മക്കളെ, ഇന്ന് നമുക്ക് രൂരു എന്ന ചാപ്റ്ററിലെ എക്സാം ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ആ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെയുള്ളൊരു മോഡലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കങ്കാരു കെ ബച്ചെ കോ ക്യാ കാത്തെ ഹെ? കങ്കാരു കുഞ്ഞിനെ എന്താണ് പറയുന്നത്? ജോയ്സ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ചോയ്സ് ആയിട്ട് തരും. ഇവിടെ 3 എണ്ണമൊക്കെ തരും, ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇങ്ങനെ 3 എണ്ണമൊക്കെ തരും. എന്നിട്ട് അതിൽ നിങ്ങൾ ഈ ജോയ്സ് എന്നുള്ള ആൻസറാണ് എഴുതേണ്ടത്. ഇവിടെ വേറെ 2 ആൻസർ ഉണ്ടായിരിക്കും. ഓക്കെ, ടോട്ടൽ 3 ആൻസർ ഉണ്ടായിരിക്കും. അതിൽ ജോയ്സ് എന്ന ആൻസറും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതാണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. മുർഗി കെ ബച്ചെ കോ ക്യാ കാത്തെ ഹെ? കോഴിയുടെ കുഞ്ഞിനെ എന്താണ് പറയുന്നത്? ചൂസ. എന്താണ് പറയുന്നത്? ചൂസ. ബില്ലി കെ ബച്ചെ കോ ക്യാ കാത്തെ ഹെ? അതുപോലെ തന്നെ പൂച്ചക്കുട്ടിയെ എന്താണ് പറയുന്നത്? ബിലൗട്ട. ബിലൗട്ട. കുത്തേ കെ ബച്ചെ കോ ക്യാ കാത്തെ ഹെ? നായ്ക്കുട്ടിക്ക് പറയുന്ന പേരെന്താണ്? പിള്ള. കോൻ രൂരു കോ ഗാന സിഖാ ദിയ? ആരാണ് രൂരുവിനെ ഗാനം പഠിപ്പിച്ചത്? പാട്ട് പാടാൻ പഠിപ്പിച്ചത് ആരാണ്? ചിടിയ. ആരാണ്? ചിടിയ. രൂരു കോൻ താ? രൂരു ആരായിരുന്നു? ഏക് കങ്കാരു കാ ബച്ചാത. ആരായിരുന്നു രൂരു? ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു രൂരു. കോൻ രൂരു കോ ഗാന സിഖാ ദിയ? ചിടിയ. അത് നമ്മളവിടെ നോക്കിയ ക്വസ്റ്റ്യൻ ആണല്ലേ, അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ബച്ചെ സെമീൻ പർ കൈസെ പടേതേ? കുട്ടികൾ എങ്ങനെയാണ് തറയിൽ കിടന്നിരുന്നത്? ബച്ചെ സെമീൻ പർ കൈസെ പടേതേ? ബേഹാൽ പടേതേ. ബച്ചെ സെമീൻ പർ കൈസെ പടേതേ? ബേഹാൽ പടേതേ. അമ്മി ने चिड़िया के बच्चे को कहाँ रख लिया? അമ്മ ചിടിയാ കെ ബച്ചേക്കോ പക്ഷിക്കുഞ്ഞിനെ എവിടെയാണ്? കഹാം എവിടെ? എവിടെയാണ് വച്ചത്? അതായത് രൂരുവിൻ്റെ അമ്മ പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ എവിടെയാണ് വെച്ചതെന്നാണ് ചോദിച്ചത്. ജേബുമേ. ജേബുമേ, പോക്കറ്റിൽ, സഞ്ചിയിൽ. കങ്കാരുവിൻ്റെ സഞ്ചിയിലാണ് പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ വച്ചത്. അമ്മി ഉസെ ക്യാ ബുലാത്തി ദി? അമ്മ അവനെ എന്താണ് വിളിച്ചിരുന്നത്? ഉസെ, അവനെ എന്ന് പറയുന്നത് ജോയിസിന് കേട്ടോ. എന്താണ് വിളിച്ചിരുന്നത്? അമ്മി അവനെ എന്താണ് വിളിച്ചിരുന്നത്? രൂരു. രൂരു എന്നാണ് വിളിച്ചിരുന്നത്. ക്യോംകി രൂരു ബുലാത്താത? എന്തുകൊണ്ടാണ് രൂരു എന്ന് വിളിച്ചിരുന്നത്? ക്യോംകി, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവനെ രൂരു എന്ന് വിളിച്ചത്? ഹമേശ രോനേക്കെ കാരൻ? എപ്പോഴും കരയുന്ന കാരണത്താലെയാണ് അവനെ രൂരു എന്ന് വിളിച്ചത്. ഹമേശ രോനേക്കെ കാരൻ, എപ്പോഴും കരയും, അതുകൊണ്ടാണ് അവനെ എന്ത് വിളിച്ചത്? രൂരു എന്ന് വിളിച്ചത്. അമ്മി ഖുഷി സെ ക്യാ കർനെ ലഗി? അമ്മ സന്തോഷത്താൽ എന്താണ് ചെയ്യാൻ തുടങ്ങിയത്? കൂദിനെ ഫാന്തിനെ ലഗി? തുള്ളിച്ചാടാൻ തുടങ്ങി. രൂരു സബി സമയ ക്യാ കർത്തേതേ? രോത്തേതേ. രൂരു എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? രോത്തേതേ, കരയുമായിരുന്നു. ബഡി ദുനിയ ദേക്കർ രൂരു ക്യാ ഹോ ഗയ? അവിടെ രൂരു എന്നാണ് ഇവിടെ എഴുതുമ്പോഴുള്ള പ്രശ്നമാണ്. ഇവിടെ രൂന്നെ അടുത്തത് രൂരു. രൂരു ക്യാ ഹോ ഗയ? ബഡി ദുനിയ ദേക്കർ, വലിയ ലോകം കണ്ടിട്ട് രൂരു എന്താണ് അവന് രൂരുവിന് തോന്നിയത്? സഹം ഗയ, അവൻ പകച്ചുപോയി. സഹം ഗയ. സബ്ര കിയേ രഹി കോൻ? ആരാണ് സബ്ര, ക്ഷമയോടെ നിന്നല്ല, അത് ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. അമ്മി കങ്കാരു. അമ്മ കങ്കാരു ആണ് സബ്ര കിയേ രഹ. സബ്ര കിയേ രഹ ആരാണ്? അമ്മി കങ്കാരു. അന്തമേ രൂരു കഹാം സെ ബാഹർ നികല? അവസാനം രൂരു എവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ജേബ് സേ. ജേബ് സേ, സഞ്ചിയിൽ നിന്ന്. അവസാനം രൂരു സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏക് ചിടിയ ഗാന ഗാ രഹി തി കഹാം? ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. എവിടെ? എവിടെ ഇരുന്നിട്ടാണ് ആ പക്ഷി പാട്ട് പാടുന്നത്? നീച്ചി ടെഹനീപ്പർ, താഴ്ന്ന മരച്ചില്ലയിൽ. താഴ്ന്ന മരച്ചില്ലയിൽ, നീച്ചി ടെഹനീപ്പർ.
ഒരു പക്ഷി എവിടെ ഇരുന്നാണ് പാട്ട് പാടിയിരുന്നതാണ് ചോദിച്ചത്. താഴ്ന്ന മരച്ചില്ലയിൽ. ചിടിയാക്കെ പീച്ചെ കൂത്താ ഹുവാ രൂരുനെ ക്യാ കിയ. ഇവിടെ രൂരു ആണ് കേട്ടോ, രൂരു. ഇവിടെ അക്ഷരത്തെറ്റ് വന്നതാണ്, മാറ്റി മുകളിലേക്ക് എഴുതിയിട്ടുണ്ട് രൂരു. ചിടിയാക്കെ പീച്ചെ കൂത്താ ഹുവാ രൂരുനെ ക്യാ കിയ. പക്ഷിക്ക് പിന്നാലെ ചാടിക്കൊണ്ട്, ചാടി ചാടിയാണല്ലോ നടക്കുക രൂരു. അപ്പോൾ പക്ഷിക്ക് പിന്നാലെ ചാടി ചാടി പോയിക്കൊണ്ട് രൂരു എന്താണ് ചെയ്തത്? ചില്ലായ, ആർത്ത് വിളിച്ചു അല്ലേ, ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിൽക്കൂ നിൽക്കൂന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അതാണ് ചില്ലായ. ക്യാ ബുരാ ഹുവ, എന്താപത്താണ് സംഭവിച്ചത്? ഗോസല ബിഗർ ഗയ, എന്താപത്ത സംഭവിച്ചത്? ഗോസല ബിഗർ ഗയ, കൂട് കേടായി പോയി അല്ലേ. കൊടുങ്കാറ്റുണ്ടായിരുന്നു, കൊടുങ്കാറ്റിൽ കൂടെ എന്തായി? ബിഗർ ഗയ, തകർന്നു പോയി. മുझे एक जगह मालूम है वह जगह क्या थी. എനിക്കൊരു സ്ഥലം അറിയാന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലം ഏതായിരുന്നു? എനിക്കൊരു സ്ഥലം അറിയാവുന്ന രൂരു പറഞ്ഞു. രൂരുവിന് അറിയാവുന്ന സ്ഥലം ഏതായിരുന്നു? മാം കി ജേബ്, ഏതായിരുന്നു? അമ്മയുടെ കീശ, മാം കി ജേബ്. ये चिड़ियों की बगल में दुबक गया कौन? वह चिड़ियों की बगल में दुबक गया. അവൻ പക്ഷികളുടെ അരികിലായിട്ട്, സമീപത്തായിട്ട് പതുങ്ങി കിടന്നു. ആരാണ് അങ്ങനെ പക്ഷികളുടെ സമീപത്തായിട്ട് പതുങ്ങി കിടന്നത്? രൂരു, രൂരു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. അത്രയും നന്നായിട്ട് നോക്കി പഠിക്കുക. ഇതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ ഹിന്ദി സ്വയം എഴുതാനും വായിക്കാനും സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കാനൊക്കെ പഠിക്കുകയാണ്. സ്വയം നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ, ഡയറി എഴുതാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ. ഓക്കെ, എക്സാമിന് ഏത് രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.